الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. അവൻ അവന്റെ അടിമകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാരണത്താൽ അവരെ നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാനും ഹിദായത്ത് ലഭിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ജീവിതത്തിൽ എളുപ്പമാക്കി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനേറ്റവും വലിയ തെളിവാണ് ഒരു മുസ്ലിമിന്റെ നിത്യജീവിതം എന്നുള്ളത്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ഒരു ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ നമ്മളൊന്ന് നമ്മുടെ ചിന്തയെ പായിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിദായത്തിന് സഹായകരമാകുന്ന, നമ്മളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ഖൈറുള്ള കാര്യം എന്താണോ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ ഈ ദീൻ നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതിലേറ്റവും ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് 5 നേരത്തെ നിസ്കാരം. ഈ 5 നേരത്തെ നിസ്കാരത്തിൽ നമുക്കറിയാം അതിന്റെ ശ്രേഷ്ഠതകളും ഫضലുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? 5 നേരം നിസ്കരിക്കുന്ന ഒരുത്തൻ, അവന്റെ ഉപമ തന്റെ വീട്ടിന് മുന്നിൽ കുതിച്ചൊഴുകുന്നൊരു നദി. ആ നദിയിൽ നിന്ന് ഒരാൾ എല്ലാ ദിവസവും 5 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ, മുങ്ങിക്കുളിക്കുന്നുണ്ടെങ്കിൽ, ശരീരം വരുത്തുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരഴുക്കും ബാക്കിയാകാത്തതുപോലെ ആണ് 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ അവസ്ഥ. അവന്റെ തിന്മകളെല്ലാം ആ 5 നേരത്തെ നിസ്കാരം കൊണ്ട് പൊറുപ്പിക്കപ്പെടും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജതനബൽ കബായിർ. 5 നേരത്തെ നിസ്കാരം അത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള തിന്മകൾ പൊറുപ്പിക്കപ്പെടാൻ അത് കാരണമായി തീരും. എന്നുവെച്ചാൽ സുബഹി നിസ്കരിച്ച ഒരാൾ അയാൾ ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ സുബഹിക്കും ളുഹറിനും ഇടയിൽ ഇയാളുടെ ജീവിതത്തിൽ വൻപാപങ്ങളല്ലാതെ പറ്റുന്ന ബാക്കി എല്ലാ തിന്മകളും
ഈ സുബഹിയും ളുഹറും കൊണ്ട് എന്ത് ചെയ്യും? അയാൾക്ക് പൊറുപ്പിക്കപ്പെടും. ഇനി ഇതേപോലെ തന്നെ നമ്മളെ ഹൈറിലേക്ക് എത്തിക്കുന്ന, നമ്മളെ തിന്മയിൽ നിന്ന് തടയുന്ന, നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ആ ഒരു വശം മാത്രമല്ല, നമ്മുടെ ഹൈറിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു വശം കൂടി ഈ നിസ്കാരത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിൽ നമ്മൾ എല്ലാ റക്അത്തിലും നമ്മൾ ചൊല്ലൽ നിർബന്ധമായിട്ടുള്ള, നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരമാകാത്ത എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം. അത് അവനെ ഒരുപാട് ഹൈറിലേക്ക്, അവന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസ്ലിമിന് ആവശ്യമായിട്ടുള്ള ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഹൈറുകളുടെയും ഖുലാസ, രത്നച്ചുരുക്കം സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണോ ഒരു നിസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തത്, ആ നിസ്കാരം അത് പരിപൂർണമല്ല, അത് ശരിയാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാരത്തിന് റുക്കൻ എന്ന് വെച്ചാൽ ആ കാര്യം, റുക്കനുകളിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മറന്നിട്ടോ മനഃപൂർവ്വമോ ഒഴിവാക്കിയാൽ ആ നിസ്കാരം ബാത്തിലാവും. മനസ്സിൽ അവൻ നിസ്കരിച്ചു എന്നുള്ള ബാധ്യത അവൻ പൂർത്തീകരിച്ചവനാവുകയില്ല. അതിൽപ്പെട്ട ഒരു റുക്കനാണ് ഫാത്തിഹ പാരായണം ചെയ്യുക. എന്നുവെച്ചാൽ ഫാത്തിഹ പാരായണം ചെയ്യാത്ത നിസ്കാരമായി സ്വീകരിക്കപ്പെടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളും ഗുണങ്ങളും ഗുണപാഠങ്ങളൊക്കെ ഒരുപാടാണ്, എണ്ണിയാൽ തീരാത്ത. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളെപ്പോഴും ഓർമ്മ പുതുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കാം. ഒന്നാമത്തെ കാര്യം, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആരംഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ എല്ലാ ആലമുകളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് എല്ലാ ഹംദും. എന്നുവെച്ചാൽ എല്ലാ ഹംദും അവന്റേതാണ്, അവനാണ് എല്ലാ ഹംദിനും അർഹൻ. രണ്ടർത്ഥങ്ങളും അതിനുണ്ട്. എല്ലാ ഹംദും അവന്റേതാണ്, അവനാണ് എല്ലാ ഹംദിനും അർഹൻ. വേറെ ആരും ഒരു ഹംദിനും അർഹനല്ല. എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നവരെ നിങ്ങൾ നോക്കിക്കോളാം. കല്ലിനെയും മരത്തിനെയും ജാറത്തിനെയും മറ്റു പലതിനെയൊക്കെ അവരുടെ മുന്നിൽ വണങ്ങുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിശോധിക്കാം. അവരെ ആ കാര്യത്തിലേക്ക്, അതിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, അതിനെ പ്രാർത്ഥിക്കുന്നതിലേക്ക്, അതിലേക്ക് അവരുടെ ഹൃദയം തിരിയുന്നതിലേക്ക് അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കാം, അന്വേഷിച്ചു നോക്കാം. അങ്ങനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കാര്യത്തിൽ ഏതൊരു വ്യക്തിയുടെ പ്രതിമയാണോ, ഏതൊരു ശക്തിയുടെ പ്രതിഷ്ഠയാണോ, അതിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി, ഒരു വിശേഷണം, നല്ലൊരു ഗുണം, ചിലതിന്റെ വലിപ്പമായിരിക്കാം, ചിലതിന്റെ കഴിവായിരിക്കാം, ചിലതിന്റെ ഭംഗിയായിരിക്കാം, ചിലതിന്റെ അറിവായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരത്തിനെ ആരാധിക്കുന്നവർ മരത്തിനെ ആരാധിക്കുന്നതും, കല്ലിനോട് പ്രാർത്ഥിക്കുന്നവർ കല്ലിനോട് പ്രാർത്ഥിക്കുന്നതും, ഓരോന്നും അങ്ങനത്തെ. അത് നിങ്ങൾ പരിശോധിച്ചാൽ, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ അർത്ഥം, ഇങ്ങനെയുള്ള എല്ലാ നല്ല ഗുണങ്ങളും അത് ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് അള്ളാഹുനാണ്. എന്നുവെച്ചാൽ ദുനിയാവിൽ നിങ്ങൾ ഭംഗിയുള്ള എന്തൊരു കാര്യത്തെ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കിക്കൊള്ളാം, ആ കാര്യങ്ങൾക്കൊക്കെ ഭംഗി കൊടുത്തത്, അതൊക്കെ ആലമീനിൽ പെടുന്നതാണെങ്കിൽ അതിന്റെ റബ്ബാണ് അതിന് ഭംഗി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ ഭംഗിയുള്ളതിനൊക്കെ ഭംഗി കൊടുത്ത അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവും. ദുനിയാവിൽ ശക്തിയുള്ള എന്തൊരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കിക്കൊള്ളാം, ആ ശക്തിയുള്ള കാര്യങ്ങൾക്കൊക്കെ ശക്തി കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ അവനാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക. ദുനിയാവിൽ വലിപ്പമുള്ള എന്തൊരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ വലിപ്പമുള്ളതിനൊക്കെ വലിപ്പം കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വലിപ്പമുണ്ടാവാം. ഇങ്ങനെ എന്തൊരു നല്ല ഗുണം എടുത്തു നോക്കിയാലും, കഴിവായിക്കോട്ടെ, അറിവായിക്കോട്ടെ, എന്തും, എല്ലാ നല്ല ഗുണങ്ങളും ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതൊന്നാമത്തെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്താ രണ്ടാമത്തെ അർത്ഥം? എന്താ? നമ്മൾ സ്തുതിക്കുന്ന സ്തുതികൾ, നമ്മൾ
പറയുന്ന വാഴ്ത്തലുകൾ, ഇതെല്ലാം ശരിക്കും അർഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. നമ്മളൊരു സ്ഥലത്ത് പോയി, ഒരാളുടെ അടുക്കൽ പോയി രോഗം മാറിയാൽ ആ രോഗം മാറ്റിയത് അയാളല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്നേ പറയാവൂ. അയാളെ സ്തുതിക്കരുത്, അയാളുമായിട്ട് ഹൃദയം ബന്ധിക്കപ്പെടരുത്. നമ്മുടെ ഒരു പ്രയാസം നീങ്ങിയാൽ ആ പ്രയാസം നീക്കാൻ ഒരാൾ കാരണമായിട്ടുണ്ടെങ്കിൽ അയാളെ അല്ല സ്തുതിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കാവൂ, അള്ളാഹുലേക്ക് ചേർത്തി പറയാവൂ. ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന എന്തെല്ലാം ഹൈറുകളുണ്ടോ, എന്തെല്ലാം നന്മകളുണ്ടോ, ഇതിനെല്ലാം നമ്മൾ അതിന് ചേർത്തി പറയാൻ അർഹതപ്പെടുന്നത്, അതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം. കാരണം എന്താ? അവനാണ് എല്ലാ ആലമുകളുടെയും റബ്ബ്. എല്ലാ ആലമുകളുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു. ഇത് രണ്ടാമത്തെ അർത്ഥം. ഇതേപോലെ തന്നെ ഈ ഫാത്തിഹ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണപാഠമാണ്, ഈ ഫാത്തിഹ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ്. ശ്രദ്ധിക്കണം, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്, ആ സൂറത്തിലെ ആരംഭിക്കുന്നത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ, ഏറ്റവും ഒന്നാമത്തെ ആയത്തുകൾ, ആദ്യത്തെ ആയത്തുകൾ കടന്നു വരുന്നത് അതിലെ വിഷയം അള്ളാഹുവിനെ പരിചയപ്പെടുത്തൽ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഹൈറിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എത്രത്തോളം കൃത്യമായ അറിവ് അവനുണ്ടോ അത്രത്തോളം അവന് ഹൈറിലേക്ക് എത്തും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇവന്റെ ഭംഗി കണ്ട് ഇവനിലേക്ക് ഞാൻ തിരിയേണ്ടതില്ല, ഇവന്റെ ശക്തി കണ്ട് അവനിലേക്ക് ഞാൻ തിരിയേണ്ടതില്ല, ഇവന്റെ കഴിവ് കൊണ്ട് ഞാൻ അയാളിലേക്ക് തേടേണ്ടതില്ല, മറിച്ച് ഇവർക്ക് ഈ കഴിവ് കൊടുത്തതും ശക്തി കൊടുത്തതും ഭംഗി കൊടുത്തതൊക്കെ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അള്ളാഹുവോടെ തേടുകയുള്ളൂ, അള്ളാഹുവിനോടെ ചോദിക്കുകയുള്ളൂ. എല്ലാ ഹൈറിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ്. അതേപോലെ നേരെ തിരിച്ചും എല്ലാ ഷർറിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, ജഹലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വിവിധ വിഭാഗങ്ങൾ, മുശ്രിക്കുകൾ, മുനാഫിക്കുകൾ, കാഫിറുകൾ, ഇവരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവരെ നരകത്തിലേക്ക് എത്തിക്കുന്ന അവരിലുള്ള കോമൺ ആയിട്ടുള്ള, അവരെല്ലാവരിലും പൊതുവായിട്ടുള്ള സ്വഭാവമായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം എന്താണ്? അള്ളാഹീന ബില്ലാഹി വന്നസൗ. അവർ അള്ളാഹുവിനെ പറ്റി പല തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുന്നവരാണ്. ശ്രദ്ധിക്കണം, നരകത്തിലേക്ക് എത്തിയവരൊക്കെ നരകത്തിലേക്ക് എത്തിയത് അള്ളാഹുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയിട്ടാണ്. അള്ളാഹുവിനെ പറ്റി ശരിയായ അറിയുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലല്ലാതാവുകയില്ല. നരകത്തിലേക്ക് എത്തുന്ന ആളുകളൊക്കെ നരകത്തിലേക്ക് എത്തിയത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ജഹലാണ്, അറിവില്ലായ്മ. ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഹൈറിന്റെയും അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ. അതുകൊണ്ടാണ് ആദ്യത്തെ ആയത്തുകളിൽ അള്ളാഹുവിനെ പറ്റി ചില കാര്യങ്ങൾ പറയാം. അതിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, നമുക്കുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ, സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, നമുക്കുള്ള എന്തെല്ലാം നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമുക്കുള്ള എല്ലാ അനുഗ്രഹം, എന്തൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ബോധം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യം. കാരണം എല്ലാത്തിന്റെ ഉടമസ്ഥൻ അവനാണ്. മറ്റുള്ള ആളുകളിലൂടെ, മറ്റുള്ള വഴികളിലൂടെ, മറ്റുള്ള സബബുകളിലൂടെ കിട്ടുന്നുണ്ടെങ്കിലും അത് അള്ളാഹു തന്നത് കൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. ഈ ഒരു ബോധം അൽഹംദുലില്ലാ എന്നത് മനസ്സിലാക്കിയവരുണ്ടാവും. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മനസ്സറിഞ്ഞ് ഉച്ചരിക്കുന്ന ഒരാൾ, അയാളുടെ ഹൃദയം അള്ളാഹുവിനുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യും? നിറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്ക് ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള ഇഷ്ടം, മഹബ്ബത്ത് വർദ്ധിപ്പിക്കും. അത് എത്രത്തോളം അയാൾ കൂടുതൽ അറിയുന്നുവോ അത്രത്തോളം അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഇഷ്ടം, സ്നേഹം വർദ്ധിക്കും. അതേപോലെ തന്നെ അർ റഹ്മാൻ റഹീം,
അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ങേയറ്റം വിശാലമാണ് എന്നറിയിക്കുന്ന രണ്ട് പേരുകളാണ് അർ-റഹ്മാനും അർ-റഹീം. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ പറ്റി അറിയുന്ന ഒരാൾ അവനൊരിക്കലും, അവൻ എത്ര തിന്മകൾ ചെയ്തവനാണെങ്കിലും, അവൻ ശരിയായ തൗഹീദ് ഉണ്ടെങ്കിൽ, തൗഹീദിന് കലർപ്പ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാവും. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞെന്താ, യബ്ന ആദം, ആദമിന്റെ മകനെ, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ തിന്മകളുമായി എന്റെ അടുക്കിലേക്ക് വരികയാണ് ഖിയാമത്ത് നാൾ. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ, ഒരു കാര്യത്തെയും എന്നെ തൊട്ട് ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ഞാൻ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി നിന്റെ അടുക്കലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള ആളുകൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒരാളിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു അണിമണി തൂക്കം ഈമാൻ, ശരിയായ ഈമാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ വന്നു പോയാലും അയാൾക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പിനിയും ബാക്കിയുണ്ട്. കാരണം അള്ളാഹു റഹ്മാൻ, അള്ളാഹു റഹീം. ഈ ഒരു പ്രതീക്ഷ അവനുണ്ടാവും. റഹ്മാൻ റഹീം എന്ന് മനസ്സിലാക്കുന്നവൻ, ആ ഒരു കാര്യത്തെപ്പറ്റി അതിന്റെ അർത്ഥം അറിയുന്നവനിൽ ഈ പ്രതീക്ഷ അവൻ എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ, നമ്മൾ ഏതൊരാളും ചെന്ന് നിൽക്കേണ്ട, മടങ്ങി ചെല്ലേണ്ട ഒരു സ്ഥലം, ഒരു ദിവസം, എവിടെ പോയി ഒളിച്ചാൽ ഐനമാത്തൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരിക്കാതിരിക്കൂല, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, എല്ലാവരും. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, റസൂലെ താങ്കൾ മരിക്കുകയും എന്നിട്ട് അവർ മരിക്കാതെന്നും ജീവിച്ചിരിക്കുവോ? അങ്ങനെ ഉണ്ടാവില്ല. ദുനിയാവിൽ ആരെങ്കിലും എന്നും മരിക്കാതെ കാലാകാലം ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും മരിക്കാതെ ജീവിച്ചത്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ അർത്ഥം നമ്മളിൽ ഒരാൾ മരിക്കാതെ ബാക്കിയാവും. മരിക്കുകയും തിരിച്ച് നമ്മൾ റബ്ബിന്റെ അടുക്കിലേക്ക് വന്നെത്തി ഒറ്റയ്ക്ക്, നമുക്കും റബ്ബിനും ഇടയിൽ ഒരാളില്ലാതെ, പരിഭാഷകനോ അല്ലെങ്കിൽ ഇടനിലക്കാരനോ ആരും ഇല്ലാതെ നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുന്നിൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന സന്ദർഭം ഓരോരുത്തർക്കും വരാൻ, ഓരോരുത്തർക്കും. ആ ദിവസമാണ് യൗമുദ്ദീൻ. നന്മ ചെയ്തവർക്ക് പകരം നന്മയും തിന്മ ചെയ്തവർക്ക് പകരം തിന്മയും പകരം നൽകപ്പെടുന്ന ദിവസം. ആ ദിവസത്തിലെ മാലിക്കാണ് അല്ലാഹു. അന്ന് അവനാണ് എല്ലാത്തിന്റെ അധികാരം. അവന്റെ അനുമതി ഇല്ലാതെ ഒരാളും, റസൂലുമാരും അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഒരാൾക്കും ഒരക്ഷരം ഉരിയാടാൻ സാധിക്കും. ഒരാൾക്കും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്. അന്ന് നിങ്ങൾ ചിന്തിക്കണം, ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും അവിടെ ഉണ്ട്, എല്ലാ അഹങ്കാരികളും അവിടെ ഉണ്ട്, എല്ലാ ചക്രവർത്തിമാരും അവിടെ ഉണ്ട്, അധികാരമുള്ള എല്ലാ അധികാരികളും അവിടെ ഉണ്ട്. എല്ലാവരോടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കേൾക്കുന്ന രൂപത്തിൽ, അവർ കാണുന്ന രൂപത്തിൽ ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും. 7 ആകാശങ്ങൾ. പുസ്തകങ്ങൾ, പേപ്പർ നമ്മൾ ചുരുട്ടുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ കാണുകെ ആകാശങ്ങളെ ചുരുട്ടും. അതുപോലെ തന്നെ അവന്റെ ഒരു കൈപിടുത്തത്തിൽ ഭൂമിയാക്കി തീർക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലിക്, ഞാനാണ് രാജാ. ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? അല്ലാഹു ചോദിക്കും. ഒരാളും ദർശനം മിണ്ടാൻ സാധിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം പ്രകടിപ്പിക്കുന്ന ദിവസമാണ് യൗമുദ്ദീൻ, ഖിയാമത്ത് നാൾ. അന്ന് അവന് മാത്രമേ അധികാരമുള്ളൂ. അന്ന് അവൻ അനുമതി കൊടുത്തവർക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അള്ളാഹു ആണെങ്കിൽ തൗഹീദില്ലാത്ത ഒരാൾക്കും അനുമതി പറയാൻ സമ്മതിക്കുകയില്ല, അനുവാദം കൊടുക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ്.
ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൃഷ്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനിച്ച ആ സമയം മുതൽ സ്വന്തം വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത, നബിയായതിനു ശേഷം ശത്രുക്കളിൽ നിന്ന് ഏറ്റവും വലിയ തടസ്സമായി മറയായി നിലനിന്ന, പല സ്വഹാബിത്വങ്ങൾക്കും പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്രയും വലിയ ഹിദ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ അഫ്ളലുൽ ഖൽഖായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അള്ളാഹുവിനോട് ശുപാർശ ശഫാഅത്ത് പറയും. എന്തുണ്ടാവുക? റിസൾട്ട് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ശഫാഅത്ത് പറയുന്നത്. എന്നിട്ട് പോലും അബൂ ത്വാലിബ് ഒരു സെക്കൻഡ് പോലും ആ ശഫാഅത്ത് കാരണത്താൽ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കില്ല. ഒരു സെക്കൻഡ് പോലും. ശിർക്കില്ലാത്തവന് അവൻ എന്താണെങ്കിലും, ആരാണെങ്കിലും, നൂഹ് നബിന്റെ മകനാണെങ്കിലും ഇബ്രാഹിം നബിന്റെ വാപ്പയാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിലും ഏറ്റവും വലിയ അധികാരിയാണെങ്കിലും ആരാണെങ്കിലും, ഒരാൾ തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ, ഒരാളുടെ ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല. അവനവന്റെ സമ്പത്ത് കൊണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. സമ്പത്തുള്ളവൻ, ഈ ഭൂമി നിറയെ സ്വർണമുള്ളവൻ, ആ സ്വർണം മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും അവനെ ആ നരകശിക്ഷയിൽ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ദിവസം. അധികാരമുള്ളവന്റെ അധികാരമൊക്കെ നഷ്ടപ്പെടുന്ന ദിവസം. തന്നെ പിന്തുടരുന്ന ആളുകൾ ആരെയാണോ പിന്തുടരുന്ന നേതാവിനെ തള്ളിപ്പറയുന്ന ദിവസം, നേതാവ് അണികളെ തള്ളിപ്പറയുന്ന ദിവസം, ആരും മറ്റൊരാൾക്ക് ഉപകരിക്കില്ല. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. ഒരു നഫ്സും മറ്റൊരു നഫ്സിനും ഒരു കാര്യം ഉപകരിക്കില്ല. വാപ്പ മകൻ ഉപകരിക്കൂല, ഭാര്യ ഭർത്താവിന് ഉപകരിക്കൂല, മക്കൾ വാപ്പാക്ക് ഉപകരിക്കൂല. ആരും ആർക്കും ഒരു തരി ചെയ്തു കൊടുക്കാൻ സാധിക്കൂല. എന്ന് മാത്രമല്ല, യൗമ യഫിറുൽ മർഉ മിൻ അഖി. ഓരോ ആളുകളും തന്റെ സഹോദരന്മാരെ കാണുമ്പോൾ ഓടി അകലും. എന്റെ അമലുകളിൽ നിന്ന് എന്റെ സഹോദരൻ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന എങ്ങനെയാ? യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ, ചേലാകർമ്മം സുന്നത്ത് ചെയ്യപ്പെടാത്ത രൂപത്തിൽ. എങ്ങനെയാണോ ജനിക്കപ്പെട്ടത് അതേ രൂപത്തിൽ, ആ രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, ലോകത്തുള്ള എല്ലാ ആണുങ്ങളുണ്ട്, ആദം അലൈഹി ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോരുത്തരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു ചെറിയൊരു എല്ലാവരും, എല്ലാ തരക്കാരും. ഇങ്ങനെ എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഒരു തരി തുണി പോലും ഇല്ലാതെ, ഒരു നൂലിന്റെ മറ പോലും ഇല്ലാതെ ഇങ്ങനെ ഒറ്റൊരു നിരപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല റസൂലെ. ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല റസൂലെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ ദാലിക്. അന്നത്തെ ദിവസത്തെ പ്രയാസം അതിനേക്കാൾ കഠിനമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദുനിയാവിലുള്ള എല്ലാ സ്ത്രീകളും നമ്മുടെ കൺമുന്നിൽ ഒരു തരി പോലും വസ്ത്രം ധരിക്കാതെ നിൽക്കുമ്പോ നമ്മൾക്കത് നോക്കാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. കാരണം എന്താ? അന്നത്തെ ദിവസം അങ്ങനത്തെ ദിവസം. ദാലികൽ യൗമുൽ ഹഖ്. അതാണ് ശരിക്കുള്ള ദിവസം, യഥാർത്ഥ ദിവസം. അതാ ആ ദിവസം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ ആ ഹൃദയം ഈ ദിവസത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയെ സംബന്ധിച്ച് അതിൽ നിറഞ്ഞ ഒരവസ്ഥയിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ആയത്ത്, മാലിക് യൗമിദ്ദീൻ എന്നുള്ള ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി നിറയ്ക്കുന്ന ആയത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം അന്ന് മനസ്സിൽ നിറയ്ക്കുന്ന ആയത്ത്. നമ്മളിങ്ങനെ അള്ളാഹുവിനെ പറ്റി ഓരോ കാര്യങ്ങൾ, വിശേഷങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മൾ അള്ളാഹുവിന് മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, ഞങ്ങൾ നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യൂ, ഒരാൾക്ക് ചെയ്യില്ല. അത് റസൂലിന് ചെയ്യൂല, മലക്കിന് ചെയ്യൂല, വലിയന് ചെയ്യൂല, ഒരാൾക്കും, ഉപ്പപ്പാക്കും ഉമ്മമാക്കും ബീവിക്കും ബാവയ്ക്കും ഒരാൾക്കും ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂല, അവരോട് പ്രാർത്ഥിക്കൂല.
അവരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ തേടുകയില്ല. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ, നിനക്ക് മാത്രം ബലി അർപ്പിക്കുന്നു, നിനക്ക് മാത്രം. ജാറങ്ങളുടെ മുന്നിൽ പോയി ഞങ്ങൾ ബലിയർക്കൂല. മക്ബറകളുടെ അടുക്കൽ ഞങ്ങൾ രോഗശമനത്തിന് പ്രതീക്ഷിച്ചു പോവുകയില്ല. അള്ളാഹുവെ നിന്റെ അടുക്കൽ മാത്രം, നീ തൃപ്തിപ്പെടുന്ന, നീ ഇബാദത്തായി നിശ്ചയിച്ച കാര്യങ്ങൾ അത് നിനക്ക് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. വഇയ്യാക നസ്തഈൻ, റബ്ബേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ സഹായം നിന്നോട് മാത്രമേ ചോദിക്കൂ. ഈ ഒരു പ്രതിജ്ഞ നമ്മൾ എന്ത് ചെയ്യാം? പറയാം, അള്ളാഹുവിൽ ഏറ്റു പറയാം, ഞാൻ ഇങ്ങനെ ചെയ്യുകയും ഇബാദത്താവുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രം. പലപ്പോഴും നമ്മുടെ പലരുടെയും ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം, പക്ഷേ നമ്മൾ ഇസ്തിആനത്തിന്റെ വിഷയത്തിൽ വളരെ ദുർബലരാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലാണ് നമ്മുടെ പല ഇബാദത്തുകളും സബബായി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ പലർക്കും ഇപ്പോഴും സാധിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹു അല്ലാത്തത് ചോദിക്കുന്ന നമ്മളിൽ ആരുമില്ല. അൽഹംദുലില്ലാ, വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ അതുപോലെ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് അങ്ങേയറ്റം ചോദിച്ചുകൊണ്ടേയിരിക്കണം. മല്ലം യസ്അലില്ലാഹ യഗ്ളബ അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവന്റെ മേൽ അള്ളാഹു കോപിക്കും. അല്ലെ, മനുഷ്യന്മാരെ നേരെ തിരിച്ച, പടപ്പുകൾ നേരെ തിരിച്ച. ചോദിച്ചാലാണ് ദേഷ്യം വരും, അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് ദേഷ്യം വരും. ചോദിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനോട്. സലഫുകൾ പറയാറുണ്ട്, എന്റെ ആടിനുള്ള തീറ്റ പോലും, എന്റെ വീട്ടിലെ ഭക്ഷണത്തിലുള്ള ഉപ്പ് പോലും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാം. കാരണം അവൻ തന്നാലല്ലാതെ നമുക്കൊന്നും കിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതിന് അർത്ഥം അതാണ്. അവനെ കൊണ്ടല്ല നമുക്കൊരു ഹറാമെന്ന് വിട്ടു നിൽക്കാൻ സാധിക്കൂല. അവൻ സഹായിച്ചാലല്ലാതെ നമ്മൾക്കൊരു വാജിബ് പൂർത്തീകരിക്കാൻ സാധിക്കൂല. അവന്റെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ഹിദായത്തിലേക്ക് എത്തിയത്. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എത്ര ആളുകൾ നമുക്ക് ചുറ്റും, നമ്മുടെ എത്രയോ ഇരട്ടി, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇരട്ടി ആളുകൾ നമുക്ക് ചുറ്റും ഹിദായത്ത് കിട്ടാതെ, അള്ളാഹുവിന് ശരിയായ മാർഗം മനസ്സിലാക്കാതെ, ഏതൊക്കെയോ മാർഗത്തിൽ എങ്ങനെയൊക്കെയോ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ ജീവിതം തള്ളി നിൽക്കുന്ന ആൾക്കാർ. അവരെക്കാൾ എന്ത് പ്രത്യേകത നമുക്കുള്ളത്? എന്തെങ്കിലും ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ക്വാളിറ്റി, എന്തെങ്കിലും ഒരു മികവ് എടുത്തു പറയാം. അബൂ താലിബിനേക്കാൾ വലിയ കുടുംബമാണ് നമ്മൾ. ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പയേക്കാൾ, നൂഹ് അലൈഹിസ്സലാം മകനേക്കാൾ വലിയ കുടുംബ ബന്ധത്തിൽ നമ്മളുണ്ടോ? അല്ല. കുടുംബ പരമ്പര നമുക്കൊന്നും അവകാശപ്പെടാൻ. സമ്പത്തിന്റെ വിഷയത്തിൽ കാറൂനേക്കാൾ സമ്പത്തുള്ളവരാണ് നമ്മൾ. അല്ല. അധികാരമാണെങ്കിൽ ഫിർഔനേക്കാൾ അധികാരമുള്ളവരാണ് നമ്മൾ. അല്ല. നമ്മുടെ ഒരു മികവും നമുക്ക് എടുത്തു പറയാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയെന്നതല്ലാതെ, അള്ളാഹു നൽകുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കാൻ. രാത്രി കിടക്കുമ്പോൾ അള്ളാഹുവെ രാവിലെ എഴുന്നേൽക്കാനും സഹായിക്കണമേ എന്ന തേട്ടത്തോടുകൂടി രാത്രി കിടക്കേണ്ടത്. രാവിലെ സുബ്ഹിക്കുള്ള അലാറം അടിക്കുമ്പോൾ റബ്ബേ ഈ അലാറം ഓഫാക്കി വീണ്ടും കിടന്നുറങ്ങാതിരിക്കാൻ സഹായി. ഓരോ കാര്യത്തിലും, ചെറുതും വലുതുമായ ഓരോ വിഷയത്തിലും. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഭംഗിയുള്ള ഏതെങ്കിലും സ്ത്രീകൾ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ റബ്ബേ എന്റെ നോട്ടം അവരിലേക്ക് തിരിക്കരുതേ. ഓരോ കാര്യത്തിലും റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. റബ്ബ് സഹായിച്ചാലല്ലാതെ നമുക്കൊരു നന്മയും ചെയ്യാൻ സാധിക്കൂല എന്ന ബോധ്യം നമ്മൾ വേണം. എപ്പോഴും നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. ജനങ്ങളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഓരോരുത്തരും, എല്ലാ കാര്യത്തിലും. വല്ലാഹു ഹുവൽ ഗനി, അവനാണ് ധന്യൻ, അവൻ ആരുടെ ആവശ്യമില്ലാത്തവൻ. ഓരോരുത്തരും നമ്മുടെ ഓരോ കാര്യങ്ങളും, ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കുന്നു, വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന് നമ്മളെ ഇഷ്ടവും വർദ്ധിക്കും. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ചോദിക്കുന്നത് വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം,
അദ്ദേഹം അവിടുത്തെ ഒരു ഇരുത്തത്തിൽ ഒരു മജ്‌ലിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി 100 തവണയെങ്കിലും അള്ളാഹുവിനോട് തന്റെ തെറ്റുകൾ പുറത്തു തരാൻ ആവശ്യപ്പെടാറുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാറ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ്. എത്രത്തോളം ചോദിക്കുന്നു അത്രത്തോളം ഇഷ്ടമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൗഹീദുള്ള ആളുകൾ, അള്ളാഹുവിന് മാത്രം ദുആ ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു തന്റെയട്ടെ നമുക്ക് ഓരോരുത്തർക്കും അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ദീനുൽ ഇസ്ലാമിൽ അവൻ നിശ്ചയിച്ച ഇതുപോലത്തെ എളുപ്പമുള്ള, നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന എളുപ്പ വഴികൾ, അതിനെപ്പറ്റി യഥാവണ്ണം ചിന്തിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള ഉപകാരം യഥാർത്ഥ രൂപത്തിൽ എടുക്കുവാനും റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഖുർആനിലെ ഏറ്റവും മികച്ച അഫ്ളലായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ഒരിക്കലും ഇതുപോലത്തെ ഒരു ഖുത്ബയിൽ വിശദീകരിച്ചാൽ അതിന്റെ എല്ലാ ആശയങ്ങളും പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ സൂചിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ വിശേഷങ്ങൾ എടുത്തു പറഞ്ഞ് അവനെ പുകഴ്ത്തി നമ്മൾ അള്ളാഹുവിന് മുന്നിൽ പ്രതിജ്ഞ ചെയ്യാക്കന ബുധുവയ്യാക്കനസ്തായി ആ പ്രതിജ്ഞയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മർമ്മം പ്രധാനപ്പെട്ട പോയിന്റ് എന്താണത്? സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തു ദുആ, പ്രാർത്ഥന എന്ന സൂറത്ത്. എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ മുസ്തഖീമായ വളവില്ലാത്ത വഴി, ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ. നമ്മൾ എന്തിനത് പ്രാർത്ഥിക്കും? നമുക്ക് തൗഹീദുള്ളവരല്ലേ, നിസ്കരിക്കുന്നവരല്ലേ, അള്ളാഹുവിൽ വിശ്വസിച്ച ഈമാനുള്ളവരല്ലേ. നമ്മൾ എന്തിനാണ് എപ്പോഴും ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അത് പ്രകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാറുണ്ടായിരുന്നത്? അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് റബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഹിദായത്ത് നമ്മൾക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസം നമുക്ക് ഈ ഹിദായത്ത് കിട്ടാൻ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹിന്റെ പ്രയാസമോ അമ്മാർ ഇബ്നു യാസിന്റെ പ്രയാസമോ നമുക്ക് ഈ ഹിദായത്ത് സ്വീകരിച്ചുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സൽമാൻ ഫാരിസി ഈ ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ടതുപോലെ, അന്വേഷിച്ചതുപോലെ നമ്മൾ ആർക്കെങ്കിലും അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടിയ ഹിദായത്ത്, ഈ ഹിദായത്തിൽ നമ്മൾ നന്ദി കാണിക്കുന്നവരായിട്ടില്ലെങ്കിൽ, ഇതിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേ ഹിദായത്തിലായി തന്നെ നമ്മൾ മരണപ്പെടുമെന്ന് നമ്മൾക്ക് ആരാണ് ഉറപ്പ് തന്നിട്ടുള്ളത്? എത്ര ആളുകളുടെ ചരിത്രത്തിൽ ഹിദായത്ത് കിട്ടിയും വീണ്ടും പഴയ പോലെ തന്നെ ഹിദായത്തിൽ തെറ്റിപ്പോയ എത്ര ആളുകളുണ്ട്? എത്രയോ ആളുകൾ 40-50 വർഷം ഇബാദത്തുകൾ തന്നെ കഴിച്ചുകൂട്ടിയിട്ട് തന്റെ മരണത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് തെറ്റി നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത എത്ര ആളുകളുണ്ട്? ഈ ഹിദായത്ത് അത് നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരൊറ്റ സെക്കൻഡ് മതി, കണ്ണടച്ച് തുറക്കുന്ന നേരം മതി. കൽബാണ് ഹൃദയത്തിന്റെ ഹിദായത്തിന്റെ സ്ഥലം. ഈ കൽബെന്ന് പേര് വരാൻ തന്നെ കാരണം അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ ഈമാനും തൗഹീദും എല്ലാം മാറാതെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ കൽബിന്റെ റബ്ബായ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല. അവൻ ഉദ്ദേശിച്ചാൽ അല്ലാതെ പറ്റുകയില്ല. അവന്റെ സഹായം കൊണ്ടല്ലാതെ ഒരാൾക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഓരോരുത്തർക്കും പേടി വേണം. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്താണ് ഹിദായത്തിലൂടെ. അതിൽ അടുത്ത ആയത്തിൽ പറയും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം,
എന്താണ് അനുഗ്രഹം? ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തല്ല, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല. ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹിദായത്താണ്. ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം കിട്ടിയവന് ഈ ദുനിയാവിൽ മറ്റൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിലും അവനാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഒരുത്തന് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയാലും അവനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നിർഭാഗ്യം. ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്ത്. ഈ അനുഗ്രഹത്തിന്റെ വില നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന ആളുകളല്ലെങ്കിൽ ഇത് നമ്മൾക്ക് എങ്ങനെ റബ്ബ് തന്നു അതുപോലെ തന്നെ നമ്മൾ എടുത്തു കളയാൻ സാധിക്കും. ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇതിന് അർഹതയുള്ള ആളുകളിലേ റബ്ബ് നിലനിർത്തുകയുള്ളൂ. നമ്മൾ അതിന് അർഹതയുള്ള ആളുകളല്ലെങ്കിൽ നമ്മൾ റബ്ബ് എടുത്തു കളയും. റബ്ബിന് ആരുടെയും ആവശ്യമില്ല. നമ്മളാണ് റബ്ബിലേക്ക് ആവശ്യക്കാർ. നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ശരിയായ രീതിയിൽ നിലനിന്നും പോകുന്നത്. നമ്മളും കൂടെ പള്ളിയിൽ പോയില്ലെങ്കിൽ പിന്നെ ആകെ മുസ്ലിം എന്ന് പറയാൻ അവിടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളില്ലെങ്കിൽ അള്ളാഹുവിന് കൃത്യമായി അനുസരിക്കുന്ന, തൗഹീദ് പാലിക്കുന്ന, ഈമാൻ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ നമ്മളെ നശിപ്പിച്ചിട്ട് അള്ളാഹ് അവിടെ കൊണ്ടുവരും. പകരം അള്ളാഹുവിന് നമ്മുടെ ഒരാളുടെ ആവശ്യം, നമ്മളാണ് റബ്ബിലേക്ക് ആവശ്യക്കാർ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയാൻ, അതിന് വേണ്ടവണ്ണം ശുക്ർ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം, നമ്മുടെ കഴിവിന്റെ പരമാവധി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആ സിറാത്ത് ശരിയായ നേരായ വഴി എന്ന് മാത്രം പറയല്ല, ആ വഴി എന്താണ് പരിചയപ്പെടുത്തും. അത് നമ്മളും അതേപോലെ തന്നെ മുസ്ലിമാണ് അല്ലെ, മുസ്ലിമായ സ്വർഗത്ത് പോകുന്നു വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന വാക്കുണ്ട്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. കുല്ലുഹാ ഫിന്നാർ. നമ്മൾ വിചാരിച്ചെന്താ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ മുസ്ലിം ആയാൽ മതി അല്ലേ, പിന്നെ മരിക്കേണ്ട താമസം സ്വർഗത്തിലാണ്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുസ്ലിമീങ്ങളിലെ 73 വിഭാഗങ്ങൾ എല്ലാവരും നരകത്തിലാണെന്ന, ഇല്ല വാഹിദ്, ഒരു വിഭാഗം ഒഴിക്കും. എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ വിഭാഗം? സഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു പറയുന്ന മറുപടി എന്താ? മാ അന അലൈഹി യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സഹാബത്തും ഇന്ന്, ആ പറയുന്ന ദിവസം ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, ഏതൊരു ആദർശത്തിലാണോ അതേ അവസ്ഥയിൽ നിലകൊള്ളുന്ന ആൾ. അവരല്ലാതെ ആരും നരകത്തിൽ പെടാതിരിക്കുകയില്ല. ബാക്കി എല്ലാവരും നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. ബാക്കി എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് പറ്റിയിട്ടില്ല, നമ്മൾ അതിന് മാത്രം പഠിച്ചിട്ടില്ല, നമുക്ക് അവരുടെ നിലപാടുകൾ അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഹിദായത്ത് കിട്ടിയതിന് നമ്മൾ എന്ത് നന്ദിയാണ് കാണിച്ചിട്ടുള്ളത്? അത്ര പോലും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത്ര പോലും നമുക്ക് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ ഹിദായത്തിന് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നമ്മൾ പിന്നെ എന്ത് നന്ദിയാണ് കാണിച്ചിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പഠിപ്പിച്ചു തരിക മാത്രമല്ല, എന്തെല്ലാം കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പറഞ്ഞു, നല്ലത് പറഞ്ഞാൽ പോരെ, തൗഹീദ് പറഞ്ഞാൽ പോരെ, എന്തിനാ ശിർക്കിനെ എതിർക്കുന്നത്? സുന്നത്ത് പറഞ്ഞാൽ പോലെ എന്തിനാ ബിദഅത്തിനെ എതിർക്കുന്നത്? ഹക്കിന്റെ ആളുകൾ ആരാന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ബാത്തിന്റെ ആൾക്കാരെ പറയുന്നതിനാ? എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന, നാട്ടിൽ വെറുതെ ഫിത്ന ഉണ്ടാക്കുന്ന എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ചു തരുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് മാത്രമല്ല, സിറാത്തുൽ മുസ്തഖീം വിശദീകരിക്കാൻ ഉപയോഗിച്ചു. അത് എന്തല്ല, അതിനെതിരെ നിൽക്കുന്ന ആളുകൾ ആരാണ് അതും പഠിപ്പിച്ചു തരുന്നത്. ഹക്കിന്റെ ആളുകൾ മാത്രമല്ല പറഞ്ഞിരുന്നത്, ബാത്തിലിന്റെ ആളുകൾ ആരാന്നും പഠിപ്പിച്ചു തരും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അറസ്തു ശർറ ലാ ലിശർരി വലാകിൻ ലിതവഖി ലിഅന്ന മൻ ലം യഅരിഫി ശർറ യഖഅ ഫീഹി. സലഫുകൾ പറയാറുണ്ട്, ഞാനൊരു ഷർറിനെ മനസ്സിലാക്കി എന്തിനു വേണ്ടി? ആ ഷർറ് ചെയ്യാനല്ല, മറിച്ച് ആ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം ഒരാൾ ഒരു ഷർറ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ആ ഷർറിൽ വീഴും. ഒരുത്തൻ ഷിർക്ക് പഠിച്ചിട്ടില്ല, ഷിർക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ ഷിർക്കിൽ വീഴും. അവൻ ചിലപ്പോൾ ജീവിതത്തിൽ ഷിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മുശ്രിക്കായിരിക്കും. പക്ഷെ അവൻ അറിയില്ല ഞാനൊരു ഷിർക്ക് ചെയ്യുന്ന ആളാണ്, അവൻ അറിയില്ല. കാരണം അവൻ ഷിർക്കിനെ പറ്റി പഠിച്ചിട്ടില്ല. ഷിർക്കിനെ പറ്റി പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അവന്റെ ജീവിതം ഷിർക്ക് ഒഴിവാക്കാൻ സാധിക്കുക?
എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. ഓരോ ഷർറുകളും ഓരോ തിന്മയും അങ്ങനെ തന്നെയാണ്. ഖൈറ് മാത്രം പഠിച്ചാൽ പോരാ, ഷെറിനെ പറ്റി പഠിക്കണം. ഖൈറ് നമ്മൾ ചെയ്യാനാണ് പഠിക്കുന്നതെങ്കിൽ ഷെറിനെ പറ്റി പഠിക്കേണ്ടത് അത് ചെയ്യാതിരിക്കണം, അതിൽ നിന്ന് വിട്ടു നിൽക്കാം, അതിൽ നിന്ന് ദൂരെയാകാം. നമ്മൾ പഠിക്കണം. അങ്ങനെ ഹക്കും ബാത്തിലും കൃത്യമായി എന്തൊക്കെയാണെന്ന് വേർതിരിച്ചറിയുന്ന ഒരാൾക്കല്ലാതെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ ശരിയായ രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ, ഇസ്തിഖാമത്ത് എന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കൽ, അതിൽ ഉറച്ചു നിന്ന് മരണം വരെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരേക്കും അങ്ങനെ തന്നെ തുടരാൻ ഈ ഹക്കും ബാത്തിലും അറിഞ്ഞൊരാൾക്കല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മുൽ ഖുർആൻ എന്നുള്ളത് ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. ഖുർആനിന്റെ എന്ന് വെച്ചാൽ അതിലെ എല്ലാ ആശയങ്ങളുടെയും ഖുലാസ, ആകത്തുക, അത്രയും ആശയങ്ങൾ അതിലുണ്ട്. അതെല്ലാം വിശദീകരിക്കുന്നത് പ്രായോഗികമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ നമ്മുടെ ഓരോ മുസ്ലിമീങ്ങളുടെയും നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന ഇതുപോലെ ഓരോ കാര്യങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ പലപ്പോഴും അതിന്റെ അർത്ഥം ആലോചിക്കാത്തതുകൊണ്ടാണ്. ബാങ്ക് കൊടുക്കുന്നതിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ബാങ്കിന്റെ പദങ്ങളിൽ ഒരുപാട് ഹൈറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന ദിക്റുകളിലാണെങ്കിലും നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളിലാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്നുവെച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് റഹ്മാനായ റബ്ബ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഓരോ കാര്യങ്ങളെ പറ്റി കൃത്യമായി ഉറ്റാലോചിക്കാനും അതിന്റെ ഹിക്മത്തുകൾ അന്വേഷിച്ചറിയാനും ശ്രദ്ധിക്കുക. അങ്ങനെ റബ്ബിന്റെ റഹ്മത്തിനെ പറ്റി അറിയാനും അടുത്തറിയാനും അവൻ നമ്മളുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഹിക്മത്തുകളെ പറ്റി അടുത്തറിയാനും അങ്ങനെ ഈ ദീനിൽ കൂടുതൽ ആഴത്തിൽ അറിവുള്ളവരാകാനും ഈമാൻ ഹൃദയത്തിൽ ഉറക്കാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.